പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിലേഖനത്തിൻ്റെ 21 നിമിഷങ്ങളിലേക്ക്, മണിക്കൂറുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ദി 21st എപ്പിസോഡ് ഓഫ് ദി എക്സ്പ്ലനേഷൻ ഓഫ് ദി എൻസിക്ലിക്കൽ ബൈ സെയിൻറ്റ് ജോൺ പോൾ II. കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധ കുർബാന ഈശോമിശിഹായുടെ ഗാഗുൽത്തായിലെ ബലിയുടെ തുടർച്ചയും ആവർത്തനവും ഒക്കെ ആണെങ്കിലും അത് ഉത്ഥിതൻ്റെ ബലി അർപ്പണമാണ് എന്ന് നമ്മൾ പങ്കുവെക്കുകയായിരുന്നു. അവിടെ ഉത്ഥാനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഉത്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന മുഴുവനും മുമ്പോട്ട് പോവുക എന്ന് നമ്മൾ മറക്കരുത്. ഈശോമിശിഹായുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതാണ് ബലിയർപ്പണം എങ്കിലും അത് ഈശോമിശിഹായുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഈശോമിശിഹായുടെ ജനനവും പ്രബോധനവും അത്ഭുതങ്ങളും അടയാളങ്ങളും കുരിശുമരണവും ഉത്ഥാനവും എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ. അതേസമയം ഉത്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഉത്ഥാനമില്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നിനും അർത്ഥമില്ല, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല. ദ ഹോൾ യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ ഈസ് ഡെഫിനറ്റ്ലി the commemoration and continuation, representation of the sacrifice of Jesus on Mount Calvary. At the same time, it is only one of the moments of the Eucharistic celebration. The whole Eucharistic celebration is the birth, the life, the preaching, doing miracles, his suffering, death, and of course, a resurrection. It is better to say it is the birth, the public life, the teachings, the preachings, the work of miracles, suffering and death of the risen Lord. And resurrection is very, very important. അത് അതുകൊണ്ട് ഉത്ഥാനത്തെ ഓർക്കുന്ന നിമിഷങ്ങളാണ് സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥന നമ്മൾ മറക്കരുത്. ഉത്ഥാനത്തെ കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ആ പ്രാർത്ഥന ചൊല്ലുക. സമാധാനം നിങ്ങളോടുകൂടെ, ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ആശംസകളാണത്. അതുപോലെ പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിലെ മദ്ബഹായിൽ നിന്നുള്ള വരവ്, അത് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാൻ്റെ എഴുന്നള്ളിപ്പാണ് ബലി അർപ്പിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉത്ഥാനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ഇനിയും കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. മദ്ബഹായുടെ കേന്ദ്രഭാഗത്ത് ഉത്ഥിതനായ മിശിഹായെ വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ബത്ലഹേമിലെ ജനനവും മറുഭാഗത്ത് കുരിശിലെ ബലിയർപ്പണവും കാണുന്ന മദ്ബഹാകൾ വളരെ വളരെ കുറവാണ്. അതേസമയം ചരിത്രത്തിലെ ആദിമ നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ തൃത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, സ്വർഗത്തിന് പ്രാധാന്യം കൊടുത്തുള്ള മദ്ബഹകളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 50കൾക്ക് മുമ്പുള്ള പല പള്ളികളിലും മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമായി വിശുദ്ധരുടെ രൂപങ്ങളാണ് നമ്മൾ അവിടെ കൂടുതൽ കാണുക. പിന്നീടാണ് ക്രൂശ് രൂപങ്ങൾ വയ്ക്കാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമായും പരിശുദ്ധ തൃത്വത്തെ സ്തുതിക്കുന്നതായും വരണം. അതാണ് അതിൻ്റെ ശരിയായ രീതി എന്നെനിക്ക് തോന്നുകയാണ്. ഉത്ഥിതന് കേന്ദ്രസ്ഥാനം കൊടുക്കുക, അതിലപ്പുറം പരിശുദ്ധ തൃത്വത്തിന് കൊടുക്കുക. കാരണം പരിശുദ്ധ കുർബാന തൃത്വത്തെ സ്തുതിക്കുന്നതാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുസഭയിലുള്ള സ്തുതിപ്പിൽ പങ്കുചേരുന്നതാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഈ സ്വർഗീയ ആരാധന, തൃത്വസ്തുതി, തൃത്വത്തിന് സ്തുതി അർപ്പിക്കുക എന്ന കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് അത് ബലിയിൽ മാത്രം ചുരുങ്ങിപ്പോയത്. അതുകൊണ്ട് ഈ വീണ്ടെടുപ്പിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. പക്ഷേ ആ ആശയം ഇവിടെ മുഴുവനും പങ്കുവയ്ക്കുന്നില്ല. അത് നമ്മൾ പിന്നീട് ആ വിഷയത്തിലേക്ക് വരും. 4ാമത്തെ അധ്യായത്തിൽ, സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രിലേഖനത്തിൻ്റെ 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ അത് കൂടുതൽ വിശദീകരിക്കും. ഇപ്പോൾ നമ്മൾ 1ാമത്തെ അധ്യായത്തിൽ മാത്രമാണ്. ആക്ച്വലി ദ സെൻറ്റർ ഓഫ് ദി സാങ്ച്വറി ഷുഡ് ബി ദ ഹോളി ട്രിനിറ്റി, ആൻഡ് സാങ്ച്വറി ഈസ് ദ സിംബിൾ ഓഫ് ഹെവൻ. സം വേ ഓർ അതർ വി ഹാവ് ലോസ്റ്റ് ദാറ്റ് tradition, and very often under the pretext of simplicity we just made it as something like a wall, so we lost the sense of heaven. We will speak about this in the 4th chapter of this encyclical later. Now let us come to the 15th number. 15ാമത്തെ നമ്പറിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് പറയുക, ഉത്ഥിതനായ ഈശോയുടെ ഒരു പ്രത്യേകമായ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോമിശിഹായുടെ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയുമുള്ള ഉത്ഥിതൻ്റെ സാന്നിധ്യം നമ്മൾക്ക് ലഭിക്കുന്നു. ഉത്ഥിതൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിലുള്ള ഉത്ഥിതൻ്റെ സാന്നിധ്യം എന്നതിനേക്കാൾ കൂടുതലായി ഉത്ഥിതൻ്റെ ജനനവും ജീവിതവും പീഡാനുഭവവും മരണവും ഒക്കെയാണ്. ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച്
ഇവിടെ പ്രായോഗികമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോമ്പ് കാലത്ത് മിക്കവാറും എല്ലാ ഇടവകളിലും കുർബാന കഴിഞ്ഞുടനെ കുരിശിൻ്റെ വഴി നടത്തും. കാരണം എന്താണ്? പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയെങ്കിലും അപ്പവും മീനും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഈശോ മിശിഹായുടെ മാംസരക്തങ്ങളാക്കി മാറ്റി കിട്ടുക. ഈ കാഴ്ചപ്പാടിൻ്റെ തെറ്റായ ഒരു പ്രകടനമാണ് കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ കുരിശിൻ്റെ വഴി നടത്തുന്നത്. ആ ഭക്ത പ്രകടനം പരിശുദ്ധ കുർബാനയിൽ കുരിശിൻ്റെ വഴിയുണ്ട്, അത് നമ്മൾ മറന്നു പോവുകയാണ്. ഈശോ മിശിഹായുടെ കുരിശിൻ്റെ വഴി തന്നെയാണ് പരിശുദ്ധ കുർബാന. അതിനി എന്ന് മനസ്സിലാക്കും? ദർ ഇസ് എ ട്രഡീഷൻ ദാറ്റ് the people make the way of the cross just after the Eucharistic celebration, because they think there is no way of the cross in the Eucharist. The Eucharistic celebration itself a celebration of the way of the cross of the risen Lord. If we lose that sense, we have to admit that there is no Eucharistic presence in the Eucharist. Why? The bread and wine is changed to body and blood of Christ because there is the way of the cross. There is the suffering and death of Jesus Christ. And that's why he is present there in the form of bread and wine. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഉത്ഥിതൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അപ്പത്തിലും വീഞ്ഞിലും മാത്രം നമ്മൾ ചുരുക്കരുത്. ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഓരോ പ്രതീകങ്ങളിലും ഓരോ അടയാളങ്ങളിലൂടെയും ദൈവം നമ്മൾക്ക് നൽകുന്നു എന്ന അർത്ഥത്തിൽ വേണം നമ്മളതിനെ കാണാൻ. അതായത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മാത്രമുള്ള ഒരു സാരാംശമല്ല, വസ്തുഭേദം മാത്രമല്ല, രക്ഷാകര സംഭവങ്ങളുടെ സാരാംശമാണ്. രക്ഷാകര സംഭവങ്ങളുടെ വസ്തുഭേദമില്ലാതെ എങ്ങനെ അപ്പവും മീനും മാംസരക്തങ്ങളായിട്ട് മാറ്റപ്പെടും? അത് നമ്മൾ ശരിയായും ഉൾക്കൊണ്ടേ മതിയാകും. ഈ അർത്ഥത്തിൽ നമ്മളിനി പ്രത്യേകമായി ഈശോ മിശിഹായുടെ അപ്പത്തിലും മീനിലുമുള്ള ആ സാന്നിധ്യത്തെക്കുറിച്ച് പ്രത്യേകം പറയുകയാണ്. അത് ഉത്ഥിതൻ്റെ സാന്നിധ്യമാണെന്ന് മറക്കരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ പിടഞ്ഞു മരിച്ച ഒരു വ്യക്തിയുടെ ജീവനില്ലാത്ത മാംസവും രക്തവും അല്ല ഇത്, മറിച്ച് ജീവനുള്ള, ജീവൻ നൽകുന്ന, ജീവൻ സമൃദ്ധമായിട്ട് നൽകുന്ന ഉത്ഥിതൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. ആ സാന്നിധ്യം മറ്റ് സാന്നിധ്യങ്ങളെക്കാൾ ഉപരിയാണ്, മറ്റ് സാന്നിധ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. മറ്റ് സാന്നിധ്യങ്ങൾക്കെല്ലാം ഉപരിയായി നിൽക്കുന്നതും ഉൾക്കൊള്ളുന്നതുമായ ഒരു പ്രത്യേകമായ സാന്നിധ്യമാണ് അവിടെ ഉള്ളത്. അതിനെക്കുറിച്ച് 15-ാമത്തെ നമ്പറിൽ പറയുന്ന ആ ഭാഗം നമുക്ക് പ്രത്യേകമായിട്ട് വായിക്കാം. There is a special supernatural presence in the Eucharist. It includes all other presence and it is above all other presences. Now, first of all, let us read that passage, number 15. പുനരുത്ഥാനത്തോടെ മുടി ചൂടപ്പെടുന്ന ക്രിസ്തുവിൻ്റെ ബലിയുടെ കൗദാശികമായ പുനരാവിഷ്കാരമായ ദിവ്യബലിയിൽ ക്രിസ്തുവിൻ്റെ വളരെ പ്രത്യേകമായ സാന്നിധ്യമുണ്ട്. പോളാറാമൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതിനെ യഥാർത്ഥമെന്ന് വിളിക്കുന്നത് മറ്റ് വിധത്തിലുള്ള സാന്നിധ്യങ്ങൾ അയാഥാർത്ഥമാണെന്ന അർത്ഥത്തിലല്ല, പിന്നെയോ ഇത് എല്ലാ അർത്ഥത്തിലും യഥാർത്ഥ സാന്നിധ്യമാണ് എന്ന അർത്ഥത്തിലാണ്. ദൈവമനുഷ്യനായ ക്രിസ്തു പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും സജീവമാകുന്ന സത്താപരമായ സാന്നിധ്യം. ഇത് ട്രെൻഡ് കൗൺസിലിൻ്റെ എക്കാലവും പ്രസക്തമായ പഠനത്തെ ഒരിക്കൽ കൂടി അടിവരയിടുന്നു. അപ്പത്തിൻ്റെയും മീനിൻ്റെയും കൂദാശയിലൂടെ അപ്പത്തിൻ്റെ സമ്പൂർണ്ണ സത്ത നമ്മുടെ നാഥനായ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തത്തിൻ്റെ സത്തയായും മീനിൻ്റെ സത്ത നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സത്തയായും മാറുന്നു. ഈ മാറ്റത്തെ പരിശുദ്ധ കത്തോലിക്ക സഭ കൃത്യമായും യഥായോഗ്യമായും സത്ത പരിണാമം എന്ന് വിളിക്കുന്നു. പരിശുദ്ധ കുർബാന സത്യമായും ഒരു വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന രഹസ്യം, വിശ്വാസത്തിൽ മാത്രം ഉൾക്കൊള്ളാവുന്ന രഹസ്യം. പരിശുദ്ധ കൂദാശയെക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ വേദോപദേശം വ്യക്തമാക്കുന്ന സത്യം. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് തിരുവോസ്തിയിലൂടെയും തിരുരക്തത്തിലൂടെയും ഈശോ മിശിഹായുടെ പരമോന്നതമായ പ്രത്യേകമായ ഒരു സാന്നിധ്യം നൽകപ്പെടുന്നു. ഇന്നും ഈ സത്യത്തെ വിശ്വസിക്കാത്തവരുണ്ട്, അക്രൈസ്തവരുടെ ഇടയിലുണ്ട്, കത്തോലിക്കരുടെ ഇടയിലുണ്ട്. നമ്മൾ ഓർക്കണം, ഇത് ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമല്ല. കാരണം ശാസ്ത്രം ഇത് തെളിയിച്ചിട്ടുണ്ട്. ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? സഭാചരിത്രത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പരിശുദ്ധ കുർബാനയിലെ അപ്പവും മീനും യഥാർത്ഥമായ മാംസരക്തങ്ങളായി മാറ്റപ്പെട്ടുകൊണ്ട് ആ മാംസരക്തങ്ങളെ ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. യുക്കറിസ്റ്റിക് മിറക്കിൾ ആൻഡ് പോപ്പ് ഫ്രാൻസിസ് എന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ അടിച്ചു കൊടുത്താൽ ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ അനുഭവത്തിൽ തന്നെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. അവിടെ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത് മാംസം, തിരുരക്തം
അത് കഠിനമായ പീഡകൾ അനുഭവിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ മാംസവും രക്തവുമാണെന്നാണ് ശാസ്ത്രജ്ഞന്മാരെ അതിശയിപ്പിക്കുന്നത്. എങ്ങനെ ഈ മാംസവും രക്തവും വർഷങ്ങളോളം കേടുവരാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ജീവനുണ്ട്. അതൊരു ചീഞ്ഞളിഞ്ഞ മാംസവും കേടുവന്ന രക്തവുമല്ല, ജീവനായ മാംസവും രക്തവുമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് വിശ്വസിച്ചുകൂടാ? Even now some people are blind towards the scientific proofs that there is the real personal and material presence of the risen Lord in the form of bread and wine. The science has proved it is the flesh of a young man, the flesh of the heart, a man who was brutally killed. So why should we hesitate to believe in the sacramental presence of the Eucharist? അതുപോലെ തന്നെ യൂക്കറിസ്റ്റിക് മിറക്കിൾ ആൻഡ് ഡോഗ് എന്ന പേരിൽ നമ്മൾ ഇൻ്റർനെറ്റ് നോക്കിയാൽ അവിടെയും സക്രാരിയുടെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ആരോ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാവലിരിക്കുന്ന പട്ടിയെ കാണാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ഒരു സംഭവം പറഞ്ഞാൽ 1995 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അമേരിക്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് വിദഗ്ധമായ പരിശീലനം സ്വീകരിച്ച പട്ടി അത് സക്രാരിയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. കാരണം ആ പട്ടിക്ക് കിട്ടിയിട്ടുള്ള പരിശീലനം അനുസരിച്ച് ആ സക്രാരിക്കകത്ത് ആരോ ഇരിപ്പുണ്ട്, ഒരു വ്യക്തി ഇരിപ്പുണ്ട്. There are incidents that the dog was trained to detect if there is any hidden person anywhere as part of security checking. It can detect it. And it so happened in 1995 when Saint John Paul II visited America. The trained dog was sitting before the tabernacle thinking that there is somebody hiding. Meaning to say, a trained dog proves that there is a personal presence in the Eucharist. അപ്പോൾ ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ പരിശീലനം സ്വീകരിച്ച പട്ടിയിലൂടെ പോലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ വിസ്മയത്തോടെ നിൽക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. ഇതിലപ്പുറം കടന്നുകൊണ്ട് പോൾ ആറാമൻ മാർപ്പാപ്പ പഠിപ്പിച്ച ആ സത്യം, സന്തോസ് സൂനകദോസ് പഠിപ്പിച്ച ആ സത്യം, ചാക്രി ലേഖനത്തിലൂടെ ഒരു പ്രത്യേകമായ സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ സാന്നിധ്യം എങ്ങനെയാണ് അത് ദൈവശാസ്ത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടെ. ദിവ്യകാരുണ്യ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള മറ്റ് സാന്നിധ്യങ്ങളെ ഇല്ലാതാക്കുന്നതല്ല, അത് നമ്മൾ പടിപടിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം എല്ലായിടത്തുമുണ്ട്, കല്ലിലും മുള്ളിലുമുണ്ട് ദൈവിക സാന്നിധ്യം അവിടെയുണ്ട്. കാരണം ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്, ഓരോ ആറ്റംസിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണും പ്രോട്ടോണും കറങ്ങുകയാണ്, അതിന് ജീവനുണ്ട്. അപ്പോൾ കല്ലിലും മുള്ളിലും എല്ലാറ്റിലും ദൈവിക സാന്നിധ്യമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉന്നതമായ ഒരു സാന്നിധ്യമാണ് നമ്മൾ സസ്യങ്ങളിൽ കാണുക. സസ്യങ്ങൾക്ക് കുറച്ചും കൂടി ഉന്നതമായ സാന്നിധ്യം, ദൈവിക ജീവനുണ്ട്. അതുകൊണ്ടാണ് അത് പറയുക. സസ്യങ്ങളെക്കാൾ ഉന്നതമായ ഒരു ജീവൻ അത് മൃഗങ്ങൾക്കുണ്ട്. അതെ, മൃഗങ്ങളിൽ കുറച്ചും കൂടി ഉന്നതമായ ദൈവിക സാന്നിധ്യം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിനേക്കാൾ ഉന്നതമായ സാന്നിധ്യമാണ് ഓരോ വ്യക്തിയിലുമുള്ളത്. കാരണം ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തെപ്പോലെ ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്, ദൈവത്തെപ്പോലെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തിയിലും ഉന്നതമായ ദൈവിക സാന്നിധ്യമുണ്ട്. അതുപോലെ ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിലും ദൈവം പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒരു ഉന്നതമായ പ്രത്യേകമായ സാന്നിധ്യമുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് ഒരു പ്രത്യേകമായ സാന്നിധ്യം ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ വ്യക്തികളിലും ദൈവിക സാന്നിധ്യമുണ്ടെങ്കിലും ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തികളിൽ, ദൈവത്തിനായിട്ട് മാറ്റിവെക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരു പ്രത്യേകമായ സാന്നിധ്യം ദൈവം നൽകുന്നുണ്ട്. അബ്രാഹത്തിലെ ദൈവം ആ പ്രത്യേകമായ സാന്നിധ്യം നൽകി, മോശയിലെ ആ പ്രത്യേകമായ സാന്നിധ്യം നൽകി. അതുപോലെ തന്നെ ദൈവം പ്രത്യേകമായിട്ട് മാറ്റിവെക്കപ്പെടുന്ന വസ്തുക്കളിൽ ദൈവം പ്രത്യേകമായ ഒരു സാന്നിധ്യം നൽകി. ഉദാഹരണം, മോശ ഉപയോഗിച്ച വടിയിൽ ഒരു പ്രത്യേകമായ ഉന്നതമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ ദൈവത്തിനായിട്ട് മാറ്റിവെക്കപ്പെട്ട വസ്തുക്കളിൽ, വ്യക്തികളിൽ, സ്ഥലങ്ങളിൽ, അത് കുറച്ചും കൂടി നമ്മൾ ദേവാലയത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സാന്നിധ്യമുണ്ട്. അത് ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. ആശീർവദിക്കപ്പെടുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യമുണ്ട്. ആശീർവദിക്കപ്പെടുന്ന വസ്തുക്കളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്ന വ്യക്തികളിൽ, വസ്തുക്കളിൽ, സ്ഥലങ്ങളിൽ എല്ലാം ഒരു പ്രത്യേകമായ ദൈവിക സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഉന്നതമായ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായ പരമോന്നതമായ സാന്നിധ്യമാണ് തിരുവോസ്തിയിലുള്ളത്. കാരണം തിരുവോസ്തി അതിൻ്റെ സത്തയിൽ അത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരമോന്നതമായ
സാന്നിധ്യത്തെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല. ദൈവിക സാന്നിധ്യത്തെ, പരമോന്നതമായ സാന്നിധ്യത്തെ വിസ്മയത്തോടു കൂടി മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. ഗോഡ് ഈസ് പ്രസന്റ് എവരിവെയർ ഇൻ എവരിതിങ്. But there is a higher level of presence in the vegetative life, still higher level of life in the animal life, still there is a higher level of life in the human beings. Besides, though there is presence of God everywhere, there is a particular deeper and higher presence of God in where God appears. For example, when God appeared to Moses, God said to Moses, "Remove your slippers." The same way, when God appeared and selected certain persons like Abraham and Moses and prophets, God gave a special presence in them. The same way, the consecrated water and everything, it has a particular sacramental presence. Now, when we come to Eucharistic presence, it means it includes everything and it is above all other presences. So, we can understand this great presence in this background of the cosmic presence. We should have that sense of wonder before this great mystery. With that sense, we also should be able to participate in the Eucharistic celebration. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.